ഹലോ ഫ്രണ്ട്സ്, അലീനി മനുവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശിവശങ്കരൻ പ്രഭാകരനെ വിളിച്ചു അപേക്ഷിക്കുവാണ്, എൻ്റെ മകനെ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കണം. കാര്യം അവൻ തെറ്റ് ചെയ്തില്ലെന്നല്ല, പക്ഷേ അവൻ ഇതിനു മുമ്പേ നിങ്ങളുടെ മോളുമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് ആ സമയത്ത് അവൾക്ക് 18 വയസ്സ് താഴെയായിരുന്നു. ആ സമയത്തൊന്നും അവൻ ഇങ്ങനെയുള്ള പരിപാടി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അവനിൽ ചാർത്തപ്പെട്ടതായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ പോക്സോ കേസാണ്. അതിൽ നിന്ന് എങ്ങനെയും ഊരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ, പക്ഷേ അത് നിങ്ങളുടെ മോനെ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോനെ മേടിച്ച് തരത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ശിവശങ്കരനും വക്കീലും കമലൊക്കെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയല്ല അവരിൽ നിന്ന് ജാമ്യം അവരെ കാറിൽ പിടിച്ചിട്ടാണ് ജാമ്യം നേടിയെടുക്കണം എന്നുള്ള രീതിക്ക് പറയുമ്പോഴത്തേക്ക് ശരി എങ്ങനെ നേടിയെടുക്കാമെന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് ഒരാളെ പറഞ്ഞു വിടുവാണ്. നമ്മുടെ വക്കീലാണോ ഗുമസ്തനാണോ എന്നറിയത്തില്ല, പോകുന്നുണ്ട്. നമ്മുടെ പ്രഭാകരനെ കാണാൻ പോയിട്ട് ആദ്യം നമ്മുടെ ഇവക്കെതിരെ അല്ല ശരണ്യക്ക് സപ്പോർട്ടായിട്ട്, എന്നാൽ അവന്മാർ ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി, അവന്മാർ കാണിച്ചത് കൊണ്ടല്ല ഇപ്പോൾ ഈ വഴിയാതൊരു വഴി വീട് നിൽക്കേണ്ട വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ പ്രഭാകരൻ പറഞ്ഞ് ശരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ഇനിയിപ്പോൾ നിങ്ങളും സമൂഹത്തിൽ ഇറങ്ങി നിൽക്കേണ്ടത്. അവർക്കും ഇതുപോലെ ഈ രാഷ്ട്രീയ പ്രവർത്തകരും സംഘടനക്കാരൊക്കെ ഓഫർ ചെയ്യുന്ന പോലെ ചെറിയതായിട്ടുള്ള ജോലി കൊണ്ട്, അത് സ്വീപ്പർ ജോലി കൊണ്ടൊക്കെ മാത്രം നടന്നാൽ മതിയോ? അത്യാവശ്യം നല്ല രീതിയിൽ പഠിത്തവും നല്ല രീതിയിലുള്ള ജോലിയൊക്കെ വേണ്ടേന്നൊക്കെ ചോദിക്കുക. വേണം, ഇപ്പോൾ എന്താ ചെയ്യാനെന്നറിയാം. അപ്പോൾ ഒരു കാര്യം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിവശങ്കറിൻ്റെ മോന് ജാമ്യം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താൻ ആരോട് ഇതൊക്കെ സംസാരിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടോ, അവർക്ക് സമ്മതമുണ്ട്, ഇത്ര അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അവിടെ നിന്നാണെങ്കിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കാശ് നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങൾക്ക് 2 ആമക്കളല്ലേ, ആമാരിനി പഠിച്ച് കയറുന്നുണ്ട്, അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വീടും ചുമതലയുള്ള ഇല്ല, ഇതെല്ലാത്തിനുള്ള വകകളെല്ലാം ഒരുക്കാനുള്ള ചാൻസ്. മാത്രമല്ല 5 പ്രതികളിൽ 4 പേരും പുറത്തിറങ്ങി. ഇപ്പം നമ്മൾ 4 പേരും പുറത്തിറങ്ങരുതല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ നിയമത്തിൻ്റെ നടപടികളും കാശിൻ്റെ ഇടപാട് കൊണ്ട് എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ പോലും ഈ ശിവശങ്കരൻ തൻ്റെ മോനെ ഇറക്കിക്കൊണ്ടിരും. ആ സമയത്ത് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്, നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവന് ശിക്ഷ ഇളവും കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മൾ കാശ് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അവൻ നാളെ ഇറക്കിക്കൊണ്ടിരും. പക്ഷേ അന്ന സമയത്ത് നമുക്ക് സഹായമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, താൻ എന്തോ പറയുന്നത്, താൻ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് തനിക്കും ഇങ്ങനെ ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിന് ഇങ്ങനെ കോടിക്കണക്കിന് കാശ് തനിക്കുണ്ട്. ആ സമയത്ത് തൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറയും? താൻ വിട്ടുകൊടുക്കുമോ? താൻ ഏറ്റവും നിയമത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് ലെവലിൽ പോയിട്ട് ആ കൊച്ചിന് ന്യായം മേടിച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ ആ കൊച്ചിന് നല്ല രീതിയിൽ അല്ല ഇവന്മാർക്കെതിരെ നല്ല രീതിയിൽ ശിക്ഷ കൊടുക്കുകയോ ചെയ്യത്തില്ലേ? ഇതെല്ലാം ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് എൻ്റെ മോക്ക് മാത്രം പറ്റിയപ്പോഴത്തേക്ക് എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല, നിനക്കൊക്കെ നീയൊക്കെ എന്താണ് പറയുന്നതെന്ന് ഓർത്ത് നോക്കിയും കണ്ടും പറഞ്ഞോണം, ഇനിയിപ്പം ഇങ്ങോട്ട് ഇതും പറഞ്ഞുകൊണ്ട് വന്നേക്കെന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുകയാണ് ആളെ. അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോൾ നമ്മുടെ രോഹിത്തും ബബിതയും കൂടി ചേർന്ന്, രോഹിത്തും അലീനയും കൂടി ചേർന്ന് കോളേജിൽ പോവാണ്. അതായത് അലീന രോഹിത്തിനെയും കൊണ്ട് കോളേജിൽ പോവാണ്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും പോകാനൊരു ചാൻസ് ഇല്ലായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാലചന്ദ്രൻ ഇടപെട്ടതാണ്. ബാലചന്ദ്രൻ ഇടപെട്ടിട്ട് അവിടുത്തെ കയറ്റാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അലീന പറയുന്നുണ്ട്, എന്താണ് നമുക്ക് നോക്കാം, നമുക്ക് ആ മാനേജരച്ചനെ കണ്ട് സംസാരിച്ചിട്ട് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറാമെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് രോഹിത്ത് രോഹിത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി എന്നാൽ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് പറയും, അത് കോളേജിൽ പോകുന്ന അമ്മയെ കണ്ട് സംസാരിക്കാൻ പറയും. അമ്മ എന്തിനെ കണ്ട് സംസാരിക്കും? കോളേജിൽ പോലെ കുറേ ദിവസം കൂടി പോവല്ലേ, അമ്മയെ കൊണ്ട് പോയി സംസാരിക്കാൻ പറയും. അതുകൊണ്ട് അമ്മയെ കാണാൻ പോകും, അതായത് നമ്മുടെ വൈജയെ കാണാൻ പോകുമ്പോഴത്തേക്ക് അമ്മേ ഞാൻ കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അത് അപ്പോൾ അമ്മയോട് പറയണം, ആരുമായിട്ട് പോകുന്നത്? അലീന ചേച്ചിയായിട്ട് പോകുന്നത്. അലീന ചേച്ചിയോ? നിനക്ക് നാണമില്ലടാ, അവൾ കാരണം കൊണ്ടല്ലടാ ഇത്രയും വിഷയമൊക്കെ ഉണ്ടായത്. അവൾ കാരണം എൻ്റെ മക്കളെയും കെട്ടിയവനെല്ലാം
എനിക്ക് നഷ്ടമായി. ഇപ്പം നീയൊക്കെ സെറ്റ് ചെയ്യുന്ന അവളുമായിട്ട് കൂട്ടുകൂടി കോളേജിൽ പോകാൻ നിൽക്കുകയാണോ? നിനക്കൊക്കെ നാണമില്ലാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ചേച്ചി ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതാണ്ട് ജാമ്യം കിട്ടുന്നത്. ആ ചേച്ചി ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ഇവിടെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഇപ്പോൾ കോളേജിൽ പോകാൻ വരെ പറ്റുന്നത്. അച്ഛൻ ഇടപെട്ടിട്ട് പോലും കോളേജിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ചേച്ചി ഇടപെട്ടിട്ടാണ് തന്നെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നത്. അമ്മയ്ക്ക് എപ്പോഴും പിടിവാശിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അമ്മയുടെ ായിട്ടുള്ള ഒരു നിലപാട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയാം. നീയൊക്കെ എന്ത് വേണമെങ്കിലും കാണിച്ചു, നീയൊക്കെ ഏത് രീതി വേണമെങ്കിലും പ്രവർത്തിച്ചു, പക്ഷേ നിന്നെയൊക്കെ അത്ര രീതിയിൽ സ്നേഹിച്ചിട്ട് നീയൊക്കെ എന്നോട് പെരുമാറുന്നത് ഇങ്ങനെയാണോടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ രോഹിത് പറയുന്നുണ്ട്, എന്താണല്ലോ അമ്മേ, ഞാനിനി ആ ചേച്ചിയോട് തന്നെ നിൽക്കത്തുള്ളൂ. ഇനി ആ ചേച്ചീനെ തന്നെ, കാരണം ചേച്ചി എൻ്റെ ഒരു പെങ്ങളായിട്ട്, അച്ഛൻ്റെ മകളായിട്ടല്ല ഞാൻ എല്ലാവരും പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ചേച്ചീനെ എൻ്റെ പെങ്ങളായിട്ട് തന്നെ ഞാൻ കരുതും. ഇനിയൊന്നും നോക്കുന്നൊന്നുമില്ല. അമ്മയോട് പറയാനുള്ളത് പറഞ്ഞു, അമ്മയ്ക്ക് സ്വീകരിക്കാനുണ്ടെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നീയൊക്കെ എന്തെങ്കിലും കാണിച്ചോളാന്നൊക്കെ പറഞ്ഞ് വൈജ ചീത്ത പറഞ്ഞു വിടുകയാണ്. അപ്പം രോഹിത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. രോഹിത് അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വൈജയല്ല, നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, രോഹിത്തെ പോയിട്ട് വാ, നല്ല രീതിയിൽ പോയിട്ട് വാ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഒരിക്കലും നിൻ്റെ അലീനെ വിട്ടു കൊടുക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിനക്ക് വേണ്ടി എന്തും ഏത് രീതിയിലും നിന്ന് സഹായിക്കാൻ നിന്ന ഒരാളാണ് അവൾ. കാരണം ശരിക്കും അവൾ പറയും, കാരണം നിനക്ക് വേണ്ടിയല്ല പോയത്, സരനെ കാണാൻ പോയെന്ന് പറയും. പക്ഷേ ശരിക്കും നിനക്ക് വേണ്ടി തന്നെയല്ലടാ പോയത്, നിന്നെ സഹായിക്കാനും നിന്നെ ഇറക്കാൻ വേണ്ടി തന്നെയല്ല പോയ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ലച്ചാ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ചേച്ചി ചെയ്തായിട്ടുള്ള സകല നന്മയ്ക്കും ഒരു നന്ദി ഉള്ളവനായിട്ട് ഞാൻ എപ്പോഴും കാണും. ചേച്ചീനെ ഞാൻ ചേർത്ത് പിടിക്കും. ആരൊക്കെ ചേച്ചീനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേർത്ത് പിടിക്കുക. വെച്ചാൽ ഒരു കാര്യത്തിലും ചേച്ചിക്കൊരു കുഴപ്പം ഉണ്ടാക്കത്തില്ല, ഞാൻ ആ ചേച്ചീനെ വിട്ടുപോകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും മതി മോനെ, കാരണം അവളെ എല്ലാവരും ഉപേക്ഷിച്ചിട്ടൊരു പെണ്ണാണ്. പക്ഷെ നീയും കൂടെ ചേർത്ത് നിർത്തണം. വേറെ ആരും ഇപ്പം തന്നെ എല്ലാവരും അവളുടെ സ്വഭാവവും കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അവളിവിടെ വന്ന കാലം മുതൽ എല്ലാവരും ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അവളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്, ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ശരി വെച്ചാന്ന് പറഞ്ഞാൽ അവർ രണ്ടും ഇറങ്ങിപ്പോവാണ്. അത് നമ്മുടെ രോഹിത്തും അലീനയും കൂടെ ചേർന്ന് ഇറങ്ങിപ്പോവാണ്. അത് കഴിഞ്ഞാൽ നേരെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വൈജയെ കാണുകയാണ്. വൈജയെ കണ്ടിട്ടുണ്ട്. വൈജയോട് ചോദിക്കുന്നുണ്ട്, വൈജ അവിടെ നിന്നൊരു കാര്യം പറയണമെന്ന്. എനിക്ക് നിന്നോട് സംസാരിക്കുന്നത്, എനിക്ക് ബാലേന്ദ്രനോട് സംസാരിക്കാനില്ലെന്ന് പറയാം. നീ എന്നോട് സംസാരിക്കുന്നത് നീ ആണുങ്ങളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നീ കോഴയായിട്ടിരിക്കാതെ, ഒരു തോൽവിയായിട്ടിരിക്കാതെ, നീ കണ്ട അതായത് പാവപ്പെട്ട കൊച്ചായ അലീനെ ഭീഷണിപ്പെടുത്താൻ അവരുടെ വീട്ടിൽ പോകും കാര്യം അല്ല, അവളുടെ റൂമിൽ പോയിട്ട് അവളെ ഭീഷണിപ്പെടുത്തി 2 ആഴ്ചക്കുള്ളിൽ ഇറങ്ങി പോകണമെന്നല്ലേ പറഞ്ഞില്ലെന്ന്. അല്ല, അത് അവൾ പോയില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറയുമ്പോഴത്തേക്കാണ്, നീ പോയാലും പോയില്ലെങ്കിൽ ഇവിടെ ആർക്ക് എന്ത് പറ്റുന്നേ? കാരണം നീ പോകണം, നിന്നോട് ഇവിടെ ആരും വരാൻ പറഞ്ഞു, നിന്നോട് ആരും ഇവിടെ വരാൻ പറഞ്ഞില്ല. പക്ഷേ നീ ഇവിടെ വലിഞ്ഞു കയറി വന്നതല്ലേ. അത് ഞാൻ എൻ്റെ ആങ്ങളമാരെ കൊണ്ട് വിട്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഒന്ന് തങ്ങണോ വേണ്ടയോ എന്ന് നീ ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ. അപ്പം നീ ഒന്ന് ചിന്തിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ. പക്ഷേ അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കണ്ട. അലീനെ പറഞ്ഞു വിടാൻ നോക്കുന്നുള്ള നിൻ്റെ മോഹം വെറും മോഹമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വൈജയായിട്ട് നല്ല കോർക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ഈ സീനോടൊക്കെ ചേർന്നാണ് നാളെ അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാൻ വരുന്ന ദിവസങ്ങളിലുള്ള വിശേഷങ്ങളെല്ലാം. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ 2 മണിക്ക് 3 മണിക്ക് ഇടയ്ക്കായിട്ട് നമ്മൾ വരാനിരിക്കുന്ന സ്റ്റോറി ഇടുന്നുണ്ട്. രാവിലെ നമുക്ക് എന്നും ഡെയിലി വിശേഷം ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 3 വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.